പെർമിഷൻ ഇല്ല കേട്ടോ കാണിക്കാൻ വേണ്ടിട്ട്. സോ നിങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ. ഞാനിതുള്ളത് നമ്മുടെ ചെമ്പകശ്ശേരിയിലാട്ടോ. ചെമ്പകശ്ശേരിയിൽ ആരെ കാണുന്ന വെച്ചാൽ നമ്മുടെ അപ്പുക്കുട്ടനെയും കല്യാണ ചേച്ചിയും കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഹാളിലേക്ക് വന്നപ്പോഴേ എൻ്റെ കണ്ണ് പെട്ടെന്ന് പോയത് എന്താണെന്നറിയോ, ഈ ടോയ്സിലേക്കാണ്. അപ്പം അപ്പുക്കുട്ടനാണ് ഇവിടുത്തെ ഒരു താരം. അപ്പുക്കുട്ടന് വേണ്ടി അമ്മ എന്തുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ചിട്ട് അപ്പുക്കുട്ടന്റെ പേര് പറയാ. വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. 4 ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പൊ തുണി ഉണക്കാൻ വേണ്ടി ഇരുന്ന സാധനമാണ്. ഇവിടുന്ന് നോക്കുമ്പോ കൊറേ ചെടികളുണ്ട്. എനിക്ക് തോന്നുന്നു ചെടികളിനോട് പ്രാന്തുണ്ടോ? എനിക്കില്ല മോളെ. ഞാൻ ചോദിക്കുവേ, ഈ കാടുമേടും ഒക്കെ എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത്? ഇവിടെ ഉള്ളവർക്ക് അറിയോ ഞാനൊരു യൂട്യൂബർ ആണെന്ന്? പിന്നെ അകത്തുണ്ടാവും കേട്ടോ അവര്. ഹലോ, ഇതാണ് നമ്മുടെ അപ്പുക്കുട്ടൻ. ഞാൻ പറഞ്ഞില്ല ഒരു അപ്പുക്കുട്ടനുണ്ട് ഇവിടെ. അതേപോലെ ഇതാണ് കല്യാണ ചേച്ചി എന്ന് പറയുന്നത്. ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാവും. ഞാൻ അല്ലേ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും വിളിക്കുന്ന ഒരു പേരാണ് അപ്പുക്കുട്ട അപ്പുക്കുട്ട എന്ന്. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. ഞാൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ഇവരിൽ കാണിക്കാനും കേട്ടോ. ഞാൻ ഹാളിലേക്ക് വന്നപ്പോഴേ എൻ്റെ കണ്ണ് പെട്ടെന്ന് പോയത് എന്താണെന്നറിയോ, ഈ ടോയ്സിലേക്കാണ്. ഒരുപാട് ടോയ്സ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുക്കുട്ടൻ്റെ ടോയ്സ് ഒക്കെ ആവണം ഇതൊക്കെ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കഥകൾ എന്തെങ്കിലും ഉണ്ടോ? കഥകൾ അപ്പുക്കുട്ടന് പാവകളോട് അങ്ങനെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പണ്ട് നമ്മൾ കുഞ്ഞിലെ സിനിമയിലൊക്കെ കാണത്തില്ലേ, കുഞ്ഞുങ്ങളുടെ മുറിയിൽ നിറച്ച് ടോയ്, അങ്ങനെ ഞാൻ പോകുമ്പോ ഓരോ ഈ സാധനം വെച്ച് വാങ്ങിക്കും. അങ്ങനെ വെച്ചതാ. പക്ഷെ മണ്ടത്തരവാ, പൊടി കയറും. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പുക്കുട്ടനേക്കാളും ടോയ്സിനോട് ക്രഷ് ഉള്ളത് ചേച്ചിക്കാണ്. അപ്പൊ ഇവിടെ നമ്മള് അറിയാലോ സോറ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് കാണിക്കാൻ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി എന്നായിരിക്കും വരിക? എനിക്ക് ഭയങ്കര ആഗ്രഹമാ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തൊക്കെ പോകുമ്പോഴേ ചേച്ചി ചേട്ടനെ ഇവിടെ വെച്ച് കണ്ടൂല, അവിടെ നിന്ന് ചായ കുടിക്കുന്ന കണ്ടു എന്നൊക്കെ പറയുമല്ലോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പുള്ളി വരത്തില്ല. മാക്സിമം ശ്രമിച്ചു നോക്കി. അപ്പൊ നമ്മള് എന്തെങ്കിലും വീഡിയോസിലേക്ക് കാണാൻ പറ്റും അല്ലെ പ്രതീക്ഷ? ഞാനും പ്രതീക്ഷിക്കുന്നു. ഇവിടെ വരുമ്പോ തന്നെ ആളുടെ അല്ല ഇതൊക്കെ കാണിക്കാനും എനിക്ക് പെർമിഷൻ ഇല്ല കേട്ടോ കാണിക്കാൻ വേണ്ടിട്ട്. സോ ഇതാണ് ശരിക്കും നിങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ. കുറേ കമന്റ്സ് ഞാൻ കണ്ടു, ചേട്ടൻ എന്താ കാണിക്കാത്തെ. ഇതാണ് ശരിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? അത് മാത്രല്ല ആളൊരു MVD കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ല കുഴപ്പമില്ല, ആരാന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കും ഞാൻ കണ്ടിട്ട് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടെ വെഡിങ് പിക്ചേഴ്സ് ആണ് ഇതൊക്കെ. പിന്നെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന് അല്ലേ? അതെ, അതിങ്ങനെ നിത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഡൈനിങ് ഏരിയ അല്ലേ? അതെ. പിന്നെ അറിയാലോ വ്ളോഗറാണ്. സോ അതിന്റെ കൂട്ടത്തിലുള്ള ആയുധങ്ങളൊക്കെ തൊട്ടുപറകിൽ നിങ്ങൾ കണ്ടിട്ട് എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വീടൊക്കെ എങ്ങനെയാണ്, എത്ര നാളായി ഈ വീട്ടിലേക്ക് താമസം? 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. പക്ഷെ ഇത് എന്താ പറയാ 3 വർഷമായിട്ട് താമസിക്കുന്ന ഒരു വീടാണെന്ന് മനസ്സിലാവത്തില്ല കേട്ടോ. കാരണം അത്രയും ഡീപ് ക്ലീൻ ആണ് ശരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ തന്നെയാണോ അമ്മ സൂക്ഷിക്കാറുള്ളത് വീട്? ആണ്. അമ്മ വഴക്ക് പറയാറുണ്ടോ വീടൊക്കെ വൃത്തികേടാക്കി ഇടുമ്പോ? തല്ലാറുണ്ടോ? തല്ലാറൊന്നും ഇല്ല. എനിക്കിതൊന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണോ അതില്ലേ? ഇല്ല. ഓക്കെ. അപ്പം അപ്പുക്കുട്ടനാണ് ഇവിടുത്തെ ഒരു താരം. അപ്പുക്കുട്ടന് വേണ്ടി അമ്മ എന്തുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവൻ കഴിക്കാറില്ല. അപ്പൊ നിങ്ങളിത് കണ്ടോ? എല്ലാരും പറയാ എന്ത് സ്നേഹമുള്ള അമ്മ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ചിട്ട് അപ്പുക്കുട്ടന്റെ പേര് പറയാ. ഇത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്, വെറുതെ പറഞ്ഞാണല്ലേ. അപ്പുക്കുട്ട് തരാറൊക്കെ ഉണ്ടല്ലോ അമ്മ? തരാറൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് അമ്മ എന്താ ഉണ്ടാക്കി തരാറുള്ളത് എപ്പോഴും? പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചവച്ച് തിന്നുന്ന സാധനങ്ങൾ ഒത്തിരി ഇഷ്ടമല്ല. അവര് വായിലിടുമ്പോഴേ അങ്ങ് അലിഞ്ഞിറങ്ങണം. താപ്പോട്ട് കഷ്ടപ്പെടാൻ വയ്യ. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ സാധനങ്ങളാണോ ഇഷ്ടം? ഓക്കെ. നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഇതാണല്ലേ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ചേച്ചിയുടെയും ഇവരെ 3 പേരുടെയും ബെഡ്റൂം ഇതാട്ടാ. ശരിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു
സ്പേസ് ഉണ്ട് ശരിക്കും അല്ലേ. എന്താ പറയാ, പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കാണുമ്പോൾ നല്ലൊരു വ്യൂ അല്ലേ, നല്ല രസം. ഞാൻ വന്നപ്പോയിട്ട് കണ്ണ് ഓടിയത് ഇങ്ങോട്ടാട്ടോ. നല്ല വ്യൂ ആണ് ശരിക്കും. ഇവിടുന്ന് നോക്കുമ്പോ കൊറേ ചെടികളുണ്ട്. എനിക്ക് തോന്നുന്നു ചെടികളിനോട് പ്രാന്തുണ്ടോ? എനിക്കില്ല മോളെ, ഞാൻ ചോദിക്കുവേ ഈ കാടുമേടും ഒക്കെ എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത്? മൊത്തം ചീച്ചേട്ടന ആണ് ചെടികൾ മൊത്തം. സാറിന് ഭയങ്കര ഇഷ്ട വഴിയെ പോകുന്നത് കുറിച്ചെടുത്തോണ്ട്. അപ്പം ചെടികളോട് ഇച്ചിരി ക്രഷൊക്കെ ഉള്ളത് ഇവിടുത്തെ സാധനമാണ് ശരിക്കും. അപ്പൊ നമുക്ക് ശരിക്കും ആളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കാണിക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും അല്ലേ. എന്റെ ആകെ പ്രതീക്ഷ മോളായിരുന്നു. കാരണം നമുക്ക് ഒരാളെ പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഒന്ന് വിളിച്ചൊക്കെ നോക്കാം. വന്നാൽ ഓക്കെ, നമ്മുടെ ടൈം വരാം. ഓക്കെ, ഇതാണ് അവരുടെ വിശാലമായിട്ടുള്ള റൂം. ഇനി ഇവിടുന്ന് കുറെ റൂമൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ചേച്ചി? ശരിക്കും നല്ല ലൈറ്റ്സും അല്ലേ. ശരിക്കും ഇവിടെ എത്ര 2 ബെഡ്റൂം അല്ലേ ഉള്ളത്? ഇവിടെ മുകളിലും 2. ഓക്കെ. ഫാമിലി ആയിട്ട് നിങ്ങൾ 3 പേര് മാത്രമാണല്ലേ ഉള്ളൂ. അപ്പോ കല്യാണി ചേച്ചിയും അപ്പുകൂട്ടനും സാറും ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. 4 ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പൊ തുണി ഉണക്കാൻ വേണ്ടി ഇരുന്ന സാധനമാണ്. വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഇപ്പൊ അത് തുണി അലക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനേക്കാൾ അടിപൊളി ഒരു സാധനം കാണിച്ചു കേട്ടോ. വാ, അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. നല്ല രസമുണ്ട്, കാരണം മഴയും കൂടെ ആയതുകൊണ്ട് നല്ല രസമാട്ടോ കാണാൻ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരാ പ്ലാൻ ചെയ്തിട്ടുള്ള സാറാണല്ലേ? ആണ്. എനിക്ക് തോന്നുന്നു പ്ലാന്റ്സിനോട് ഭയങ്കര ക്രേസ് ഉള്ള സാറാന്ന് തോന്നുന്നുണ്ട് അല്ലേ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് അല്ലേ ഇവിടുന്ന്. നമ്മൾ ഇനി എങ്ങാമലും സാറിനെ കാണിക്കുമെന്ന് കരുതി സാർ ഇങ്ങനെ ഓടും കേട്ടോ. സോ ഒരു പ്രാവശ്യം ഒന്ന് മുഖം കാണിക്കാം. ഓക്കെ ശരി. ഇതൊക്കെ പ്ലാൻ ചെയ്ത സാറാണല്ലേ. ഇത് പോരാഞ്ഞിട്ട് എനിക്കൊന്ന് മുകളിലും കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം വെള്ളം ഒഴിക്കേണ്ട ഞാനാ. ചുമന്നോണ്ട് പോണോ ഇവിടുന്ന് താഴെ നിന്ന്? അപ്പൊ ഇത്രയും പണിയായിരുന്നായിരിക്കും ശരിക്കും സാറല്ലേ? ഏത് പണി? വെള്ളം ഒഴിക്കുന്നൊക്കെ പണി സഹായിക്കാറൊക്കെ ഉണ്ടോ? ഓക്കെ. അപ്പം എനിക്ക് എന്റെ കണ്ണുകൾ ആദ്യം ഓടി ശരിക്കും പ്ലാന്റ്സിലോട്ടാണ്. താഴെ അത് തന്നെയായിരുന്നു. മുകളിൽ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ പുറകിൽ മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമല്ലോ. നല്ല രസമുണ്ട് ശരിക്കും ഇവിടെ. നമുക്കിനി റൂംസിലേക്കൊക്കെ പോയിട്ട് വിശാലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ റൂം കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വേറൊരു റൂമാണ് അല്ലേ? ശരിക്കും ആരും കേറുന്നില്ല. അമ്മയൊക്കെ വരുമ്പം ഇവിടെ റെസ്റ്റ് അത്രേ ഉള്ളൂ, അല്ലാത്തേ ഉള്ളൂ. അത് കുഞ്ഞായത് കൊണ്ടാണ് ആ ഒരു ശാഠ്യം ഉള്ളത്. പിന്നെ അങ്ങ് മാറിക്കോളും. ഓക്കെ. നമ്മൾ ഓൾറെഡി ചേച്ചിയുടെ ചാനലിൽ കണ്ടതാട്ടോ. നമ്മൾ വീട് കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടതാ ശരിക്കും. പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരുന്നതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ് ഈ എല്ലാത്തിലും ഉള്ളത്. നമുക്ക് താഴോട്ട് പോട്ടെ. സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാറുണ്ടോ അല്ലേ? ഇല്ല. പിന്നെ എല്ലാം ഷോയാണല്ലേ? എല്ലാം. ഞാൻ വീട്ടിലോട്ട് പോകുമ്പോ ഈ നൂല് പൊട്ടിയതൊക്കെ എടുത്തോണ്ട് അമ്മ തയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ശല്യം കഴിക്കാതെ അച്ഛനൊരു വിഷയം കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഇതിന്റെ വള്ളിയെല്ലാം പൊട്ടിച്ച് സെറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ വയ്യ. പിന്നെ അമ്മ എന്നാ തയ്ക്കാൻ വേണ്ടി കൊണ്ടു ചെന്നോളൂ ആണ്. അപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും ഒന്നും പ്രവൃത്തി പരിചയമായിട്ടില്ല. അപ്പം ഇതാണ് ശരിക്കുമുള്ള വേറൊരു സ്പേസ് എന്ന് പറയുന്നത്. ഇതോടെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പുറത്തോട്ട് കാണാം. നമുക്ക് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത് എവിടെ ചെന്നാലും ചെടികളാണ് ശരിക്കും കാണാൻ പറ്റില്ലേ. നമ്മൾ വരുമ്പോ ആദ്യം ഇവിടെ ഒന്നും വീടില്ല, ക്ലീൻ ആയിട്ട് കിടക്കാണല്ലേ. ഇവിടെ ഉള്ളവർക്ക് അറിയോ ഞാനൊരു യൂട്യൂബർ ആണെന്ന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്, എല്ലാവർക്കും അറിയാം. ആണ്. ശരിക്കും നല്ല രസമാണ് അതൊക്കെ അല്ലേ. നല്ല ഭംഗിയുണ്ട്. കാരണം ആ ഒരു വ്യൂവും ഒരു ശരിക്കും ഒതുങ്ങിയ സ്ഥലത്താണ് അല്ലേ. ഇവിടെ ആകുമ്പോ വേറെ വീടുകൾ ഉണ്ടെങ്കിലും അധികം അങ്ങനെ ആൾതാമസം വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാരും പുറത്തുള്ളവരാ ആണ്, വച്ചിട്ടിട്ട് പോത്തേയുള്ള എല്ലാരും. ശരിക്കും എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കല്യാണി ചേച്ചി. നല്ല രസമുണ്ട് ശരിക്കും ഇവിടെ ഇരിക്കാനായിട്ട് അല്ലേ. മഴ സമയത്ത് ഒരു ചായ കിട്ടി ഇവിടെ വന്നിരിക്കും ഞങ്ങള്. രാത്രി ആവുമ്പോ ആ സൈഡിൽ പോകും. എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഞങ്ങൾ പറയും. അപ്പുകുട്ടൻ ഇവിടെ വന്നിരിക്കാറുണ്ടോ? എന്തിനാ വന്നിരിക്കണേ? രസത്തിന്. ശരിക്കും ഒരു നല്ലൊരു വ്യൂ ആണ്. നമുക്ക് അവിടെയൊക്കെ കുറെ അല്ലെ മാവ് കുറെ. എനിക്ക് തോന്നുന്നു ഈ വീണ്ടും ഫുള്ള് ചെടികളാണ് കേട്ടോ. ശരിക്കും
ഇപ്പൊ മഴയും കൂടെ പെയ്തോണ്ട് കാട് പിടിച്ച് കിടക്കുക. 2 മഴ പെയ്താൽ ഇവിടെ പുല്ല് വിളിച്ച് കേറും. ഇനിയിപ്പോ 2 മാസം കൂടെ കഴിയുമ്പോൾ ഇന്റർലോക്ക് ഇട്ടിട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കണ്ടായിരുന്നു. ശരിക്കും 3 വർഷമായിട്ടുണ്ടെങ്കിലും 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ? ആ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഒരു ഇത് പെട്ടെന്ന് കയറിയതുപോലെയുള്ള ഒരു ഫീലാണ് ശരിക്കും ഈ വീട് കാണുമ്പോൾ ഉണ്ടാവണത്. നമുക്ക് താഴേക്ക് പോവാം.